ഹലോ ഫ്രണ്ട്സ്, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മിസ്റ്റിക് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ മരണത്തിന് ശേഷം സത്യത്തിൽ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുക? ഈ സ്വർഗവും നരകവും ഒക്കെ സത്യമാണോ? ശരി, അതൊക്കെ എന്തുമാകട്ടെ, നമ്മുടെ മരണത്തിനപ്പുറം നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിനും ട്വിറ്റർ അക്കൗണ്ടിനുമൊക്കെ എന്ത് സംഭവിക്കും? നിങ്ങളിൽ പലരും ഇക്കാര്യം ഇതിനോടകം തന്നെ ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ അധികം പേർക്കും ഇതിന് ഉത്തരം അറിയില്ല എന്നതാണ് സത്യം. ഒരാളുടെ മരണത്തിന് ശേഷമുള്ള ഓൺലൈൻ ജീവിതത്തെ പറ്റിയും നമ്മുടെ അക്കൗണ്ടുകൾ എങ്ങനെ മാറ്റപ്പെടുന്നു എന്നതിനെ പറ്റിയുമാണ് ഈ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മരണത്തിനപ്പുറവും നമ്മുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളായ ജിമെയിൽ, ഗൂഗിൾ പ്ലസ്, ഇൻസ്റ്റഗ്രാം ഇവയ്ക്കൊക്കെ സത്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയണ്ടേ? മരണശേഷവും പല സെലിബ്രിറ്റികളും ഇപ്പോഴും ട്വിറ്ററിൽ തുടരുന്നുണ്ട്. ഇതിനൊക്കെ ചില കാരണങ്ങളുമുണ്ട്. ഫേസ്ബുക്കിനും ഗൂഗിളിനുമൊക്കെ പരേതരായ തങ്ങളുടെ ഉപഭോക്താക്കളുടെ അക്കൗണ്ട് സംരക്ഷിക്കുന്നതിനും മറ്റും ചില പ്രത്യേക രീതികളുണ്ട്. ഗൂഗിൾ നിങ്ങളുടെ അക്കൗണ്ട് ഡീആക്റ്റീവ് ആണെന്ന് ബോധ്യമായാൽ ആ വിവരം നിങ്ങളെ അറിയിക്കുകയാകും ഗൂഗിൾ ആദ്യം ചെയ്യുക. ഇതിന് കൃത്യമായ സമയവും നൽകും. ഒരുപക്ഷെ നിങ്ങൾ നെറ്റ് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്തായിരിക്കാം. ഗൂഗിൾ നിങ്ങൾക്ക് വാർണിംഗ് തരും. അതിനുശേഷവും നിങ്ങളുടെ പ്രതികരണം ഇല്ലെങ്കിൽ അക്കൗണ്ടിലുള്ള ഡേറ്റ ഡിലീറ്റ് ചെയ്യും. എന്നാൽ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യും എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങൾ നൽകിയിരിക്കുന്ന സെക്കൻഡറി ഇമെയിൽ അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ ആയിരിക്കും വിവരം അറിയിക്കുക. ആ വിവരം ലഭിക്കുന്ന വ്യക്തിയുടെ പ്രതികരണത്തിനനുസരിച്ചായിരിക്കും തുടർ നടപടി. ഒരുപക്ഷെ അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആണെങ്കിൽ മരണശേഷവും നിങ്ങൾക്ക് ഓൺലൈനായി തുടരാൻ സാധിക്കും. എന്താ അല്ലേ? ഫേസ്ബുക്ക് നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാനുള്ള അനുമതി ഇല്ലെന്നാണ് ഫേസ്ബുക്ക് ഔദ്യോഗികമായി പറയുന്നത്. മരണശേഷം നിങ്ങളുടെ അക്കൗണ്ട് മെമ്പറലൈസ്ഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഫേസ്ബുക്കിനെ അറിയിക്കാം. ഇത്തരത്തിൽ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് ആർക്കും ലോഗിൻ ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും കഴിയില്ല. മാത്രമല്ല, സുഹൃത്തുക്കളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനോ പിറന്നാൾ ആശംസ അയക്കാനോ കഴിയില്ല. പിന്നെ നിങ്ങൾ ജീവനോടെ ഉണ്ടായിരുന്നപ്പോഴുള്ള പ്രൈവസി സെറ്റിംഗ്സ് അതുപോലെ തന്നെ തുടരുകയും ചെയ്യും. അതായത് ഫേസ്ബുക്കിൽ നിങ്ങൾ പരേതനായി തുടരും. ട്വിറ്റർ മരിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും പല പ്രശസ്തരുടെ ട്വീറ്റുകൾ ഇപ്പോഴും ഉണ്ട്. ട്വിറ്ററിന്റെ കാര്യം കുറച്ച് വ്യത്യസ്തമാണെന്ന് തന്നെ പറയാം. മരണശേഷം ട്വിറ്റർ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും നിങ്ങളുടെ മരണ സർട്ടിഫിക്കറ്റ് നൽകണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. മരണ സർട്ടിഫിക്കറ്റ് നൽകി 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടുകയോ ഡിലീറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യും. ഇത്തരത്തിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് കമന്റ്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലുള്ള വിഷയങ്ങളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം അബിത ജോസ് സൈനിങ് ഓഫ്.